1980 മുതൽ സജീവ RSS BJP പ്രവർത്തകനായ അർലേക്കർ കേന്ദ്ര സർക്കാരുമായും പ്രധാനമന്ത്രിയുമായും അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. 1989 BJPയിൽ അംഗത്വമെടുത്ത അർലേക്കർ 2015 ഗോവ മന്ത്രിസഭയിൽ വനം പരിസ്ഥിതി മന്ത്രിയായും, 2021 ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് ഗവർണറായും, 2023 ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായും സേവനമനുഷ്ഠിച്ചു. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് നിയമിച്ചതിന് പിന്നാലെയാണ് ബീഹാർ ഗവർണർ ആയിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കേരളത്തിലേക്ക് നിയോഗിച്ചത്. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാനു ശേഷം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി എത്തുമ്പോൾ മുന്നോട്ടുള്ള പോക്കിൽ സർക്കാരിനും ആശങ്കയുണ്ട്. സർവകലാശാല വിഷയങ്ങളിൽ ബീഹാർ സർക്കാരുമായി പോരടിച്ചയാളാണ് അർലേക്കർ. ജനുവരി 3-ാം വാരം നിയമസഭ തുടങ്ങുന്നുണ്ട്. പുതിയ വർഷത്തെ നയപ്രഖ്യാപനത്തോടുകൂടിയായിരിക്കും സഭ തുടങ്ങുക. സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര വിമർശനവും ഉണ്ടായിരിക്കും. നയപ്രഖ്യാപനത്തിൽ എന്ത് നിലപാട് ഗവർണർ സ്വീകരിക്കുമെന്നുള്ളതും പ്രധാനമാണ്. സത്യാഗ്രഹം കൊണ്ടല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ ആയുധം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടതെന്ന് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അർലേക്കർ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.